ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നാടൻ കോഴിക്കറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു കോഴിക്കറിയാണിത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നാടൻ കോഴിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഇത് നമുക്കൊരു കുടുക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 15 ചെറുള്ളി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 വെളുത്തുള്ളി കൂടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതാ ഞാൻ മൺകുടുക്കയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ ചെറുള്ളിയൊക്കെ ഇട്ടു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുറി തക്കാളി, പിന്നെ 2 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് എരിവിന് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ എരിവ് കൂടുന്നു വിചാരിച്ച് ചേർത്ത് കൊടുക്കാത്തതാണ്. അപ്പോൾ അതാ നമ്മുടെ കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അപ്പോൾ അതാ ഈ ഒരു നാടൻ കറിയിലേക്ക് എണ്ണയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കറിയാണ്. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ആ വെള്ളമൊക്കെ വറ്റി സെറ്റായി വന്നിട്ടുണ്ട് ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി കൂടിയാണിത്. ഞാൻ ഈ കറിയുടെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കറി വേണമെങ്കിൽ ഇതിലേക്ക് ലേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.